പിന്നീട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ഓംബുഡ്സ്മാൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, PSC മെമ്പേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് പുതിയ മന്ത്രിസഭ, പുതിയ ഗവൺമെൻറ് അത് അറിയിക്കും എന്ന് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇത്രയാണ് തീരുമാനങ്ങൾ. പിന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി മെച്ചപ്പെടുത്തി കുറേ കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ക്രമം അനുസരിച്ച്, ഇതൊരു കൺവെൻഷനലായിട്ട് ചെയ്യുന്നതാണ്, അടുത്തതും അത് ചെയ്യും. ഇതൊക്കെയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ നമുക്ക് ഇപ്പോഴല്ലേ നമ്മൾ ഒപ്പിട്ട് ചാർജ് എടുത്തത്. നമുക്കതിൻ്റെ ഫിസിക്കൽ ഇമ്പാക്റ്റ് എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്, ഒരു വർഷം എത്ര വരുമാനം ഉണ്ട്, അതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് സാധാരണക്കാരുടെ മീതെ എത്രയാണ് കൂടുന്നത് എന്നെല്ലാം ഒന്നൊരു പരിശോധിച്ചിട്ട് ഒരു തീരുമാനം അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ വേറെ ഉണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തീർച്ചയായിട്ടും ധവളപത്രം ഇറക്കും, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധവളപത്രം ഉണ്ടാവും. അല്ല, അതല്ലേ ഞാൻ പറയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും, നിങ്ങൾക്ക് തരും. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ, ചുമ്മാ. ഇല്ലില്ല, SIT രൂപീകരിക്കുക അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ചെയ്തോളും ഭംഗിയായിട്ട്. അതിലൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ട കാര്യം. വരട്ടെ, അത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാറില്ല, വേറെ വകുപ്പിൽ കയറി ഇടപെടാൻ പാടില്ല. ഇല്ലില്ല, അതൊക്കെ പറയാം. നമ്മളൊന്ന് ഒപ്പിട്ട് ഇങ്ങ് വന്നല്ലേ ഉള്ളു. ഒന്ന് ഒരു അത് സമയത്ത് കിട്ടിയ ഗസറ്റ് വരും സമയമാകുമ്പോൾ. വല്ലതും വൈകിയ റെക്കോർഡ് അല്ലേ, റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്. ഞാൻ പറഞ്ഞല്ലോ, അത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വിൽ ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു ഇത്രയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അത്രേ പറ്റിയുള്ളൂ.
വരട്ടെ എന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുള്ളൂ. അതിൻ്റെ വാക്കാണ്, രഹസ്യം ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. ഉറപ്പായിട്ട് പരിശോധിക്കും, ഉറപ്പായി അത് പരിശോധിക്കും. കാരണം ഞാനും അതിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ല, വാക്കാണ്. ഞാൻ വിമർശിച്ചിട്ടുള്ള പരിശോധിക്കും ഞങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആളിൽ എല്ലാവരും ഉണ്ടോ? ആരെ? ഏത് സ്ഥാനത്ത് നിന്ന്? അതിനെന്തിനാ എല്ലാവരും ജീവിതകാലം മുഴുവൻ കേരളത്തിൽ വരുന്ന എല്ലാ ഗവർണർമാർക്കും ഒരാളെ അഡ്വൈസറായിട്ട് വയ്ക്കാൻ പറ്റുമോ? അതെന്താ കാര്യം? അതെല്ലാം ഗവൺമെൻറ് അറിയിക്കുന്നു. The first cabinet meeting decided to implement 2 Indira guarantees offered by the വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ പ്രഖ്യാപനമുണ്ടാകുന്നു. അത് ഏറ്റവും ജനപ്രിയമാകുന്ന പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പ്രകടന പത്രിക മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് UDF. എങ്കിൽ അതിലേറ്റവും ജനപ്രിയമാകുന്ന പ്രഖ്യാപനം എന്നത് വനിതകൾക്ക് കേരളത്തിലെ KSRTC സർവീസുകളിൽ സൗജന്യ യാത്ര എന്നതായിരുന്നു. അതിതാ അടുത്ത മാസം 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് അടുത്ത മാസം 15-ാം തീയതി മുതൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാം, സൗജന്യമായി യാത്ര ചെയ്യാം, പണം നൽകാതെ യാത്ര ചെയ്യാം എന്നതാണ് ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം. മറ്റൊന്ന്, വയോജന വകുപ്പ്, അതും ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി വയോജന ക്ഷേമത്തിന് കൂടുതൽ ഊന്നൽ നൽകും എന്നത് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ, വിദേശത്ത് ജോലി തേടിപ്പോകുന്നവർ, അതോടൊപ്പം തന്നെ വിദേശത്ത് സ്ഥിരതാമസമാക്കുന്ന സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമം അടക്കം കൂടുതൽ ഉറപ്പാക്കും എന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ പ്രഖ്യാപനവും ഇപ്പോൾ അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 പ്രഖ്യാപനങ്ങൾ ആണ് നടപ്പിലാക്കുന്നത്. Measurement yard for checking that society is civilized or not. Our dream is that a day will come, Kerala will declare to the entire world that we are a civilized society, we are looking after our old age people decently. And third, we have offered, when the ASHA workers were on the street in front of the secretariat, they have started long-term agitation. Myself went there and many UDF leaders went there. Then we offered that we will make actions to cure your problems. And the first cabinet will take a decision in favor of you. So, we kept our word. The first cabinet, we have decided to increase 3,000 rupees per month to all the ASHA workers as honorarium. Then for the Anganwadi workers, helpers, we increase 1,000 rupees per month. For the cooking staff in the schools, we are giving them 1,000 rupees per month more. And for the pre-primary teachers and ayahs, their honorarium is also increased by 1,000 rupees.